പി ജയരാജൻ എഴുതിയ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന ഈ കൃതി ഗവേഷണാത്മകവും വിജ്ഞാനപ്രദവുമായ രാഷ്ട്രീയ ഉള്ളടക്കത്തോടു കൂടിയതാണ്. ഇത് രചിച്ച സഖാവ് ജയരാജനെയും പ്രസിദ്ധീകരിച്ച ചിന്താ പബ്ലിഷേഴ്സിനെയും ആദ്യമായും അഭിനന്ദിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ജയരാജൻ്റെ പൊതുജീവിതം അരനൂറ്റാണ്ടിലധികമായി തുടരുന്നതാണ്. ആ പൊതുജീവിതം പ്രധാനമായും അടയാളപ്പെടുത്തുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ആശയപരവും പ്രായോഗികവുമായ വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ഇപ്പറഞ്ഞ തലങ്ങളിൽ മാത്രമല്ല, നേരത്തെ പ്രകാശൻ മാസ്റ്റർ എടുത്തു പറഞ്ഞതുപോലെ സ്വന്തം ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും കൂടി സംഘപരിവാറിനെതിരെ, എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരെ പൊരുതി നിന്ന ചരിത്രമാണ് ജയരാജനുള്ളത്. ഈ സഖാവ് സ്വശരീരം കൊണ്ട് അനുഭവിച്ച വ്യക്തിപരമായ ആക്രമണങ്ങളെ കൂടെ മനസ്സിൽ വെച്ച് നോക്കിയാൽ ഈ പുസ്തകം എഴുതാൻ ഈ ജീവിതം ബാക്കിയായി എന്നത് തന്നെ അങ്ങേയറ്റത്തെ യാദൃശ്ചികതയാണ്. അത് അറിയാത്തവരായി ആരും തന്നെ ഈ സദസ്സിലുണ്ടാവില്ല. ആ പോരാട്ട ചെറുത്തുനിൽപ്പ് പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭാവനയാണ് ഈ ഗ്രന്ഥം. രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾക്കിടയിൽ ഗവേഷണ ബുദ്ധിയോടെ അപഗ്രഥനാത്മകമായി ഇത്തരമൊരു കൃതി എഴുതാൻ സമയം കണ്ടെത്തി എന്നത് അഭിനന്ദനാർഹമാണ്. വരും കാലത്തിനും പുതുതലമുറകൾക്കും നടക്കാനിരിക്കുന്ന വർഗീയ വിരുദ്ധ പോരാട്ടങ്ങൾക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുന്നതാവും ഈ ഗ്രന്ഥം. ഇത് ചില അടിസ്ഥാന രാഷ്ട്രീയ ബോധങ്ങൾ പങ്കുവെക്കുന്നു. ഹിന്ദുമതവും ഹിന്ദുത്വം എന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർഗീയ സമ്പ്രദായവും തമ്മിൽ ബന്ധമേതുമില്ല. ഇവ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ എന്നല്ല, വിരുദ്ധ ധ്രുവങ്ങളിലാണ് നിലകൊള്ളുന്നത്. ചാതുർവർണ്ണ്യവും സനാതന മതവാദവും പ്രകീർത്തിക്കപ്പെടേണ്ടവയല്ല. മനുഷ്യത്വ വിരുദ്ധതയുടെ ശ്രേണിയോടുകൂടിയ ജാതീയ ഘടനയാണ് അതിനുള്ളത്. എല്ലാ വിധത്തിലുമുള്ള ചൂഷണത്തിൻ്റെ രീതികൾക്ക് അടിയുറപ്പ് നൽകുകയാണ് അവ ചെയ്തു പോരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ചരിത്രത്തിൽ തന്നെ തെളിവുകൾ എടുത്തു വെച്ച് സമർത്ഥിക്കുകയും സ്ഥാപിക്കുകയുമാണ് ജയരാജൻ ചെയ്യുന്നത്. ഇതൊക്കെയാകട്ടെ ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് താൻ. ഹിന്ദുത്വ വർഗീയ പ്രസ്ഥാനത്തെക്കൊണ്ട് ഹിന്ദുമതത്തെ പകരം വെക്കാൻ ശ്രമം നടക്കുന്നു. എല്ലാ മതമൗലിക വർഗീയ ശക്തികളും ജനങ്ങളുടെ ഒരുമ തകർക്കാൻ മത്സരിച്ച് രംഗത്ത് വരുന്ന കാലമാണിത്. രാഷ്ട്രീയ വർഗീയ
ഇസ്ലാമിസത്തെ കൊണ്ട് ഇസ്ലാമികതയെ പകരം വെക്കാനും ശ്രമം നടക്കുന്നു. രാഷ്ട്രീയ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായ സമരം ഹിന്ദുവിനും ഹിന്ദുമതത്തിനുമെതിരായ സമരമാണെന്നും വർഗീയ ഇസ്ലാമിസത്തിനെതിരായ സമരം മുസ്ലിമിനും ഇസ്ലാം മതത്തിനുമെതിരായ സമരമാണെന്നുമുള്ള ഒരു കപട നെറേറ്റീവ് സൃഷ്ടിച്ച് രക്ഷപ്പെടാനും ശക്തിപ്പെടാനുമാണ് ഇരുപക്ഷത്തെയും വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ അനുഭവത്തിൽ കാണാൻ കഴിയും. ഇന്നലെ പോലും ആ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ സഖാവ് രാകേഷ് പറഞ്ഞ കാര്യം, ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പറഞ്ഞ കാര്യം, അതേതോ ചില ജനവിഭാഗങ്ങൾക്കെതിരെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചില നടത്തുന്ന ശ്രമങ്ങൾ ഇന്നലെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്.